ആഗോളതലത്തിൽ താൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന നേതാക്കളിൽ മുൻപന്തിയിലുള്ളത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിക്ക് ശേഷം പ്രമുഖ മാധ്യമമായ ആക്സിയോസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ലോക നേതാക്കളെക്കുറിച്ചുള്ള തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയത്. താൻ ആരാധിക്കുന്ന നേതാക്കൾ ആരൊക്കെയാണെന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി, ചൈനീസ് പ്രസിഡന്റ് ഷിൻ ജിൻപിങ് എന്നിവരുടെ പേരുകളാണ് ട്രംപ് പ്രധാനമായും പരാമർശിച്ചത്. നരേന്ദ്രമോദിയെ അതിശക്തനായ ഒരു കടുപ്പക്കാരൻ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഷി ജിൻപിങ്ങിനെ ഒരു പ്രായോഗികവാദി എന്നും വിളിച്ചു. 16 മാസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് G7 ഉച്ചകോടിയുടെ വേദിയിൽ വെച്ച് മോദിയും ട്രംപും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി മോദിയുമായുള്ള ചർച്ചകളെക്കുറിച്ച് ട്രംപ് തമാശ രൂപേണ പറഞ്ഞത് ഇങ്ങനെ: പ്രധാനമന്ത്രി മോദി കാണാനൊരു മാലാഖയെ പോലെ തികച്ചും ശാന്തനാണ്. എന്നാൽ ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹം അതിശക്തനായ, ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാത്ത കടുംപിടുത്തക്കാരനായ ഒരു നേതാവായി മാറുമെന്ന് ട്രംപ് പറഞ്ഞു. വ്യാപാര തീരുവകൾ, റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി, ഇമിഗ്രേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും തങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ സജീവമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പുതിയ വലിയൊരു വ്യാപാര കരാർ ഉടൻ തന്നെ യാഥാർത്ഥ്യമാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് സൂചിപ്പിച്ചു. വ്യാപാര തർക്കങ്ങൾക്ക് പുറമെ ഒമാൻ തീരത്തുണ്ടായ അമേരിക്കൻ സൈനിക ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട ദൗർഭാഗ്യകരമായ സംഭവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയിൽ ശക്തമായി ഉന്നയിച്ചു. അന്താരാഷ്ട്ര സമുദ്രപാതയിലൂടെയുള്ള ചരക്കു കപ്പലുകളിലെ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ആശങ്ക മോദി ട്രംപിനെ നേരിട്ട് അറിയിച്ചു. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങളെ പ്രധാനമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു.